നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സിലേക്ക് ആദ്യം പ്രധാന വാർത്തകൾ. യാഗശാലയായ അനന്തപുരി ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ആത്മനിർവൃതിയിൽ മടക്കം. മൂന്നാം സീറ്റിൽ മറ്റന്നാൾ അന്തിമ തീരുമാനമെന്ന് മുസ്ലിം ലീഗ്. കോൺഗ്രസുമായുള്ള ചർച്ച തൃപ്തികരം. ചർച്ചയൊക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ, കുഴപ്പങ്ങൾ ഒന്നുമില്ല. നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു. സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ്. രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് ഉറപ്പ്. ദേശാഭിമാനിക്കെതിരെ NSS. മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാൻ. മന്നത്തിനെ അന്നും ഇന്നും വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് പ്രചാരണത്തിന് പിന്നിലെന്നും ജി സുകുമാരൻ നായർ. വനമേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രിതല യോഗം. കേരള കർണാടക വനം മന്ത്രിമാർ പങ്കെടുക്കും. പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയാക്രമണം. പശുക്കിടാവിനെ കൊന്നു. അജീഷിന്റെ മകൾക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ CPM നേതാവിനെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യം. മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമം. പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ 9ാം ക്ലാസ്സുകാരി തിരിച്ചെത്തി. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ തൃശൂർ സ്വദേശികൾ പിടിയിൽ. ജമ്മു കാശ്മീരിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടി ജമ്മുവിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടി ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടി. ട്രെയിൻ തനിയെ സഞ്ചരിച്ചത് കത്വയിൽ നിന്ന് പഠാൻകോട്ടിലേക്കുള്ള യാത്രയിൽ. ഒഴിവായത് വൻ അപകടം. വീണ്ടും സ്കൂബ ഡൈവിംഗ് നടത്തി പ്രധാനമന്ത്രി. പഞ്ച്കുയി ബീച്ചിൽ നാവികസേനാംഗങ്ങൾക്കൊപ്പം ഡൈവിംഗ്. ദ്വാരകാ ക്ഷേത്രം സന്ദർശിച്ചു. സുദർശൻ സേതു കേബിൾ പാലം നാടിന് സമർപ്പിച്ചു. സംവിധായകൻ കുമാർ സാനി അന്തരിച്ചു. വിടവാങ്ങിയത് അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ന് ഗോവ FCയെ നേരിടും. മത്സരം ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ആത്മസായുജ്യം നേടി വിശ്വാസികൾ. സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. എല്ലാ വഴികളും ആറ്റുകാലിലേക്കായിരുന്നു. ഉച്ചയ്ക്ക് 2:30യോടെയാണ് പൊങ്കാല ദേവിക്ക് നിവേദിച്ചത്. വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, പതിവിലധികം ഭക്തർ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇത്തവണ കണ്ടത്. യാഗശാലയായി അക്ഷരാർത്ഥത്തിൽ അനന്തപുരി മാറി. ഇപ്പോൾ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. എല്ലാവരും തിരിച്ചു പോകുന്ന തിരക്കിലാണോ? ഗതാഗതമൊക്കെ ഏതു തരത്തിലാണുള്ളത്? വിവരം. ധന്യ, ആറ്റുകാലമ്മയ്ക്ക് ആത്മനിവേദ്യമർപ്പിച്ച് ലക്ഷങ്ങൾ ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ധന്യ പറഞ്ഞതുപോലെ തന്നെ ഓരോ വർഷവും ഭക്തലക്ഷങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ 3 ദിവസങ്ങളായി ആറ്റുകാൽ ഉത്സവം തുടങ്ങി പൊങ്കാലയോട് അടുക്കുമ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മൾ കാണുന്നത് നഗരത്തിലെ വിവിധ സ്ഥലങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി കല്ല് വെച്ച് അവിടെ കയർ കെട്ടിത്തിരിച്ച് തങ്ങളുടെ മേഖല അവിടെ തയ്യാറാക്കി. അതായത് ദിവസങ്ങളുടെ തയ്യാറെടുപ്പ്, ആ തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞ രാത്രി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സ്ത്രീ ഭക്തജനങ്ങൾ അനേകായിരങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് വരികയും തങ്ങളുടെ നിവേദ്യം അർപ്പിക്കുന്നതിനുള്ള ഇടങ്ങളിൽ തന്നെ അവർ അന്തി ഉറങ്ങുകയും ചെയ്യുന്ന ഏറ്റവും വലിയ കാഴ്ച. അവർക്ക് ഭക്ഷണമൊരുക്കി
ശുദ്ധജലം വിതരണം ചെയ്ത് അവർക്ക് സുരക്ഷിതത്വം നൽകി. അങ്ങനെ സർക്കാരും ജനങ്ങളും നാട്ടുകാരും പൗരസംഘടനകളും അസോസിയേഷനുകളും എല്ലാം തന്നെ ഒരേ മനസ്സോടുകൂടി പൊങ്കാല ദിവസം കൂടി അത് ഏറ്റവും വിജയകരമായി മാറ്റിയിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ഇന്ന് ഉച്ചയ്ക്കൊക്കെയും പല സ്ഥലങ്ങളിലായി പല ദിക്കുകളിൽ നിന്ന് വന്ന ഭക്തലക്ഷങ്ങളാണ്, സ്ത്രീജനങ്ങളാണ്, കുഞ്ഞുങ്ങളുമായി എത്തിയ ആളുകളുണ്ട്. അവർക്കെല്ലാം തന്നെ ഭക്ഷണം നൽകുന്ന ഒരു കാഴ്ച അത് അത്യന്തം ആനന്ദകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു ഭക്തിയുടെ ഉത്സവത്തിന്റെ ഭാഗമായി ഒരു നഗരം തന്നെ ഒരു ഏറ്റവും വലിയ പ്രാർത്ഥനാ കേന്ദ്രമായി മാറുന്ന ഒരു യാഗശാല പോലെ മാറുന്ന ഒരു കാഴ്ച, അതിന്റെ ഏറ്റവും അനിർവചനീയമായ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവം തന്നെയാണ് ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്നത്. ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വലിയ തിരക്ക് പൊതുനിരത്തുകളിൽ അനുഭവപ്പെടുന്നു. വിവിധ കേന്ദ്രങ്ങളിലേക്ക്, അത് ബസ്സുകളിലും സ്വകാര്യ വാഹനങ്ങളിലുമായി ഭക്തർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇനിയുള്ളത് ഈ ഭക്തിയോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഒരു ജീവകാരുണ്യത്തിന്റെ കാഴ്ച കൂടിയാണ്. കാരണം പൊങ്കാല അടുപ്പുകൾ, ആ അടുപ്പുകൾ ഇപ്പോൾ തന്നെ നഗരസഭയുടെ ജീവനക്കാർ ശേഖരിച്ചു തുടങ്ങി. ഇത് വീടുകൾ വിനോദ് പറയുന്ന പോലെ ഏറ്റവും പ്രശംസ ലഭിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നഗരസഭ ഇത് കഴിഞ്ഞ് നടത്തുന്ന ക്ലീനിങ് ആണ്. മറ്റൊന്ന്, നമുക്കറിയാം കഴിഞ്ഞ തവണ പോലും എത്ര വീടുകളാണ് ഈ അടുപ്പുകൾ കൊണ്ട്, ഈ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചു നൽകിയതെന്ന്. അപ്പം ഏറ്റവും പ്രശംസ കിട്ടുന്ന ഭാഗത്തിലേക്ക് നഗരസഭ കടന്നു. തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ് ധന്യ. അന്തി ഉറങ്ങാൻ ഒരു വീടില്ലാത്ത ആളുകൾ, അനാഥരായ ആളുകൾ, സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ആളുകൾ, അവർക്ക് പല പദ്ധതികളിലൂടെ ലഭിക്കുന്ന വാസഗൃഹങ്ങൾ, അതിനുവേണ്ടി ഈ ഇഷ്ടികകൾ ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും അങ്ങനെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ ഇഷ്ടികകൾ സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോകുന്ന രീതി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് മുൻ വർഷങ്ങളിലാകട്ടെ അങ്ങനെ കൊണ്ടുപോകാത്ത ഇഷ്ടികകൾ വഴിയിൽ കിടന്ന് നശിച്ചു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ ആറ്റുകാൽ ഉത്സവത്തിന്റെ പേരിൽ ആറ്റുകാൽ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു നിവേദ്യം അർപ്പിച്ച് അതിന്റെ ഭക്തിയുടെ ഏറ്റവും വലിയ നിറവിൽ അതൊരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയായി മാറുന്നു. തലചായ്ക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ഈ കല്ലുകൾ മാറ്റുകയാണ്. അവർക്ക് അന്തി ഉറങ്ങാനുള്ള ഒരു ഇടം നൽകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തിയായി ഇത് മാറുന്നു. രാത്രിയോടുകൂടി നഗരം ശുചിയാക്കാൻ നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയും ലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ച ഇടം, അവിടെ ഉണ്ടാകുന്ന മാലിന്യമുണ്ട്, ഇതെല്ലാം മണിക്കൂറുകൾ കൊണ്ട് മാറ്റുന്ന ഒരു പ്രക്രിയ അത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായതാണ്. ഒരുപക്ഷെ നാളെ പുലരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു പോയിരുന്നോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം പോലും ഉണ്ടാകും. അത്രയും വൃത്തിയായി നഗരത്തെ മാറ്റുന്ന നഗരസഭയുടെ സാധാരണ ശുചീകരണ തൊഴിലാളികളുണ്ട്. അവരെ കൂടി നമുക്ക് സ്മരിക്കേണ്ട ഒരു സമയമാണിത്. നന്ദി വിനോദ്. പതിവ് തെറ്റിക്കാതെ താരങ്ങളും പൊങ്കാലയെ അർപ്പിച്ചു. ചലച്ചിത്ര താരങ്ങളായ ചിപ്പി, ജലജ തുടങ്ങിയവർ ക്ഷേത്ര പരിസരത്താണ് പൊങ്കാലയിട്ടത്. സുരേഷ് ഗോപിയും കുടുംബവും ശാസ്തമംഗലത്തെ വീട്ടിലും ആനിയും കുടുംബവും കുറവംകോണത്തെ വീട്ടിലുമാണ് പൊങ്കാല അർപ്പിച്ചത്. പൊങ്കാല നിവേദ്യങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് പ്രശസ്ത താരം ചിപ്പിയാണ്. ചിപ്പി മാഡം രാവിലെ മുതൽ തന്നെ, ചിപ്പി ചേച്ചി രാവിലെ മുതൽ എത്തി പൊങ്കാല ഇടൽ ആരംഭിച്ചതാണ്. വർഷങ്ങളായി ചിപ്പി ചേച്ചിയെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ചോദിക്കാം, ചേച്ചി എത്ര വർഷമായി? ഒരുപാട് വർഷമായി. എനിക്ക് അങ്ങനെ എണ്ണം അറിയില്ല. കാരണം ഞാൻ എന്റെ സ്കൂൾ ഡേയ്സ് തൊട്ട് വരുന്നുണ്ട്. ഒരു 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഇടുന്നുണ്ട്. പിന്നെ അത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ ഇടുന്നുണ്ട്. സന്തോഷമാണോ? ഇങ്ങനെ സന്തോഷമാണ്. ഒരുപാട് പ്രാർത്ഥനയോടെ ഇടുന്നതാണ്. എല്ലാം നന്നായിട്ട് നടക്കാനുള്ളൂ. അപ്പൊ ആ ഒരു എല്ലാം നല്ലതായിട്ട് നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ എല്ലാ വർഷവും വരണം എന്നാണ് എന്റെ ആഗ്രഹം. പറ്റുന്നുണ്ട്. ഈ പൊങ്കാല ഇടുന്നതിന്റെ ഒരു വിശ്വാസം അതെങ്ങനെയാണ്? ഞാൻ പണ്ട് മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്നത് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എല്ലാ വർഷവും ഇടാറ്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഹാപ്പി. നാടിനും കുടുംബത്തിനും എല്ലാവർക്കും. കാരണം നമ്മള് സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ളവർ നന്നായിട്ടിരുന്നാലേ നമുക്കത് വരുവുള്ളൂ. അപ്പൊ ചേച്ചി ഇത്തവണ എന്തൊക്കെയാ ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ പായസം, പയറ്, നിവേദ്യം, വെള്ളച്ചോറ്, 3 വിഭവങ്ങളാണ്. അതായത് ഒന്നല്ലെങ്കിൽ 3 പറയും. അപ്പൊ അതുകൊണ്ട് 3. ഈ വെള്ളച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് എന്താ? വെള്ളച്ചോറ് എല്ലാം അമ്മയ്ക്കുള്ള നിവേദ്യങ്ങളാണ്. കടും പായസവും വെള്ളച്ചോറും പയറും പിന്നെ തെരളിയും മണ്ടപ്പുറ്റും എല്ലാം അമ്മയ്ക്കുള്ള നിവേദ്യങ്ങൾ തന്നെയാണ്. ചേച്ചിയുടെ കൂടെ അമ്മയുണ്ടായിരുന്നു? എന്റെ അമ്മയുണ്ട്, സിസ്റ്ററിലോ 2 പേര്, അസിസ്റ്റർമാർ 2 പേരുണ്ട്. അടുത്ത വർഷം ഇതുപോലെ വരാൻ ആഗ്രഹമുണ്ട്. അമ്മ അനുവദിക്കുകയാണെങ്കിൽ എത്തും. ഇത്തവണ ഭയങ്കര ചൂടല്ലേ?
ചൂടുണ്ട്, നല്ല ചൂടാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അങ്ങനെയില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഏതായാലും വളരെയധികം സന്തോഷം ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. ചിപ്പി ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. 3 വിഭവങ്ങളാണ് ഇത്തവണ ഉണ്ടാക്കുന്നത്. എത്ര വർഷമായി എന്നറിയില്ല. കുട്ടിക്കാലം തൊട്ടേ ഈ പൊങ്കാല നിവേദ്യമാലയ്ക്കായിട്ട് വരാറുണ്ട് എന്നാണ് ചിപ്പി ചേച്ചി പറയുന്നത്. ക്യാമറമാൻ വിനോദ് കുമാറിനോടൊപ്പം സുബി വിശ്വനാഥൻ, ന്യൂസ് 18. ആറ്റുകാൽ പൊങ്കാലയിടാൻ നിരവധി സെലിബ്രിറ്റീസ് ആണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ പഴയകാല നായിക ജലജ മാഡം എന്റെ ഒപ്പം ഇപ്പോൾ ചേരുകയാണ്. മാഡം, എത്ര പ്രാവശ്യമായി ഇങ്ങനെ പൊങ്കാലയിടാൻ സ്ഥിരമായി വരാറുണ്ട്? ഇപ്പോൾ അടുപ്പിച്ച് സ്ഥിരമായി വരാറുണ്ട്. ഒരു 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇപ്പം അടുപ്പിച്ച് വന്നിടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇത് ഇടുമ്പോഴുള്ള ഒരു അനുഭവം? പൊങ്കാല ഇടുമ്പോൾ ആ അനുഭവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. നല്ല ദേവിയുടെ നടയിൽ തന്നെ ഇടാൻ കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എല്ലാവർക്കും സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിടുക. എന്താ വെച്ചാൽ ഇപ്പം ലോകം മൊത്തം ഓരോ പ്രശ്നങ്ങളല്ലേ, എല്ലാവർക്കും നന്നായി ഇരിക്കട്ടെ, നന്നായി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്താ ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇപ്രാവശ്യം പായസം തന്നെയാണ്. എല്ലാ പ്രാവശ്യം പായസം ഇടുന്നത്. ഒരു പ്രാവശ്യം മാത്രം തെരളി ഉണ്ടാക്കി, പക്ഷെ ബാക്കിയെല്ലാം പായസം തന്നെയാണ്. ദേവിക്ക് ഏറ്റവും ഇഷ്ടം പായസം ആയതുകൊണ്ടാണോ അങ്ങനെ പറയുന്നത്? അപ്പം അങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടമുള്ളത് പായസമല്ലേ ദേവിക്കും? പായസം തന്നെ. കുടുംബാംഗങ്ങളെല്ലാം വരാറുണ്ടോ? തൊഴാനായിട്ട് ഹസ്ബൻഡും മോളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മോൾക്ക് വരാൻ പറ്റിയില്ല. പ്രധാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. വ്രതം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. 11 ദിവസമാണല്ലോ അവർ പറയുന്നത്. അനുസരിച്ച് 11 ദിവസത്തെ വ്രതം എടുത്തിട്ട് തന്നെയാണ്. അടുത്ത വർഷവും ഇടാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഏതായാലും വളരെയധികം സന്തോഷം ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. ജലജ മാഡമാണ് സംസാരിച്ചത്. പൊങ്കാല ഇടാനായതിൽ വലിയ സന്തോഷം എന്നാണ് ജലജ മാഡം പറയുന്നത്. സുബി വിശ്വനാഥ്, ന്യൂസ് 18. 2 കൊല്ലമായിട്ട് അമ്മയില്ല, അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും അമ്മ ഇരിക്കുന്ന ഒരു പ്രസൻസ് എപ്പോഴും എനിക്ക് വരാന്തയിൽ ഫീൽ ചെയ്യും. അപ്പം അമ്മയ്ക്കൊരു സന്തോഷമല്ലേ അത്. അങ്ങനെ അത് ആ തുടർച്ചയുള്ള വന്നത് പിന്നെ നിർത്തിയില്ല, വീട്ടിൽ തന്നെ എല്ലാം എന്താ പറയുക, തൂണിലും തുരുമ്പിലും മണ്ണിലും എല്ലാം ഉണ്ടല്ലോ അമ്മ. നമ്മുടെ മനസ്സ് ശുദ്ധിയായിട്ട് നമ്മുടെ കർമ്മം നന്നായിട്ട് അമ്മയ്ക്ക് സമർപ്പിച്ചാൽ മതി. ഞങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നു, ഏത് കർമ്മം ചെയ്താലും അമ്മയുടെ പാദത്തിൽ വയ്ക്കുന്നു, ബാക്കി റിസൾട്ട് അമ്മ തരും. ആ ഒരു വിശ്വാസമാണ് എപ്പോഴും. ഒരു വനിതാ ശക്തി നമ്മൾ കാണുന്നു, അദൃശ്യമായ ദേവിയുടെ ശക്തി. സ്ത്രീ ശക്തി എന്ന് പറയുന്ന ഒരു ഭൂമിയുടെ തത്വം, അതിനുള്ള ആദരവാണ് ഈ ദിവസം നടക്കുന്നത്. പൊങ്കാല എന്ന് പറയുന്നത് തന്നെ ഭൂമി ദേവിക്കുള്ള സമർപ്പണമാണ്. അതുകൊണ്ട് ഈ നമ്മൾ കലം വെച്ച് അരിയിട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ തൂകി വീഴുന്നത് അമ്മയുടെ ഭൂമിദേവിയുടെ ഉള്ളകത്തിലേക്കാണ് ചെന്ന് ആദ്യത്തെ തൂവൽ ചെന്ന് ചാർത്തുന്നത്. അപ്പോൾ ഇതൊരു ആഗോള കാഴ്ചയായി മാറുന്നുണ്ട്. അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇത് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തത്വത്തിൽ ഇത് ഒരു ആഗോള ദേവി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആ ദേവി സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെയാണ് ഇന്ന് ആദരിക്കുന്നത്, ആചരിക്കുന്നത്. കുറച്ചുകൂടി വിപുലമായി പറഞ്ഞാൽ സ്ത്രീത്വമാണ് ആഘോഷിക്കപ്പെടുന്നത്. ആ സമയത്ത് തിരക്കൊക്കെ മാറ്റി വെച്ച് കാരണം നമ്മൾ സന്നദ്ധ സംഘടന ആൾക്കാരെല്ലാം കഷ്ടപ്പെടും, നമ്മളൊന്ന് വിളമ്പി കൊടുക്കും. എന്നാലും എല്ലായിടത്തും ഒന്ന് ഓടിയെത്തും ആ സമയത്ത്. കാരണം വീട്ടിൽ മുങ്കാല ഇടുന്നുണ്ട്, അപ്പൊ അവിടെ കുറച്ചു നേരം കുടുംബ പ്രശ്നം കൂടെ ആവും. അപ്പൊ അതുകൊണ്ട് ഈ സന്നദ്ധ സംഘടനയിൽ ചേട്ടനും ഉണ്ടോ? പിന്നെ ഇവിടുത്തെ ഈ ഹരിചേട്ടൻ നമ്മൾ ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അപ്പൊ അത് പുള്ളി വഴിയുള്ള ഇതാണ്. സംഘടനയിൽ ഞാനില്ലെങ്കിലും സംഘടനയോടൊപ്പം ഞാൻ എല്ലാ പ്രവർത്തനങ്ങളിലും എപ്പോഴും ഭാഗമാവാറുണ്ടല്ലോ. ഇവിടുത്തെ എന്ത് കാര്യത്തിന് വിളിച്ചു പറഞ്ഞു. പിന്നെ ഇത് ഒന്നാമത്തെ കാര്യം, ഇത്രയും നമ്മുടെ പ്രേക്ഷകരെ കാണാൻ പറ്റുന്ന ഈ സമയത്തല്ലേ. തീർച്ചയായും ഏറ്റവും നല്ലൊരു പൊങ്കാല അനുഭവം ഉണ്ടോ? എന്തെങ്കിലും നാട്ടുകാല അമ്മയുടെ അനുഗ്രഹം കിട്ടിയ എന്തെങ്കിലും ഒരു സംഭവം പറയാം. അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അനുഭവം പറയാനില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പൊങ്കാല ഇടുമ്പോഴും നമ്മുടെ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടായിരിക്കുമല്ലോ മിക്കവാറും എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും വരുന്നത്. അപ്പൊ അവരെ പോലെ തന്നെ നമ്മളിപ്പോ എന്റെ വീട്ടിൽ എന്റെ വൈഫ് പൊങ്കാല ഇടുന്ന സമയത്തും ഭഗവാനെ ഇന്നൊരു കാര്യം നടക്കണേന്ന് ആലോചിച്ചിട്ടാരല്ല, ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നടക്കുന്നു എന്നുള്ള കാര്യം ഏറ്റവും നമ്മൾ സ്മൂത്തായിട്ട് ആരോഗ്യത്തോടെ, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറയാതെ നമ്മൾ ഏറ്റവും ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യം പൊങ്കാല ഇടുന്നത്. ആ ആരോഗ്യം ദൈവം തരുന്നുണ്ട്, ഭഗവാൻ തരുന്നുണ്ട്. ഞാൻ ഈ
ഭയങ്കര തിരക്കുള്ള സമയത്ത് പോയില്ല. തിരക്കിന് തൊട്ട് മുമ്പ് ഒരു 4-5 ദിവസം മുമ്പ് പോയി നാരങ്ങ വിളക്ക് കത്തിച്ചറിയാം. നമ്മുടെ പ്രൊഡ്യൂസർ ഗ്രീൻ ടി രമചേച്ചിയുണ്ട്, രമചേച്ചിയുടെ അങ്ങോട്ട് പോവാം. എല്ലായിടത്തും ഓടിക്കിറങ്ങുന്നു. പിന്നെ SP ഗാൻഡീസില് നമ്മുടെ ഏഷ്യാന്റെ നായികമാരെല്ലാം കൂടെ അവിടെ പൊങ്കാല ഇടുന്നുണ്ട്. നായികമാരും അവരുടെ ബന്ധുക്കളെല്ലാം ഉണ്ട്. അപ്പം അവിടെയും കൂടെ ഒന്ന് പോകണം. പിന്നെ രമചേച്ചിയുടെ പൊങ്കാലയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം വെച്ചിട്ട് ഹർത്താൽ വന്നാൽ പോലും നമ്മുടെ ഷൂട്ടിംഗ് മുടക്കാറില്ല. അന്നത്തെ ദിവസം ബ്രേക്ക് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ബന്ധു വന്നാൽ പോലും മുടക്കാറില്ല. പക്ഷെ പൊങ്കാലയുടെ അന്ന് നമ്മള് ഫുൾ യൂണിറ്റ് ഷൂട്ട് ഉണ്ടാവത്തില്ല. ഇന്നൊരു ദിവസം നമ്മൾ പൊങ്കാല കിട്ടിയിട്ട് മാറ്റിരിക്കുക. ഭക്തലക്ഷങ്ങളാണ് ഇത്തവണ പൊങ്കാല അർപ്പിച്ചത്. ആത്മനിർവൃതിയോടുള്ള ഭക്തരുടെ മടക്കം വരെ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു. റിപ്പോർട്ടിലേക്ക്. പതിവ് പോലെ അഭൂതപൂർവമായ ജനത്തിരക്ക്. ക്ഷേത്ര പരിസരത്ത് വിശ്വാസ സഹസ്രങ്ങൾ. കനത്ത സുരക്ഷയിൽ ഭക്തലക്ഷങ്ങൾ പൊങ്കാലയിട്ടു. കൃത്യം 10:30 മേൽശാന്തി ശ്രീകോവിലിൽ നിന്ന് പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഇതോടെ കാത്തിരിപ്പുകൾക്ക് വിരാമമായി. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയായി മാറുകയായിരുന്നു. ക്ഷേത്ര പരിസരത്ത് മാത്രമല്ല, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ ഇത്തരത്തിൽ പൊങ്കാല കലങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ഒരു ഭക്തി സാന്ദ്രമായ ഒരു മുഹൂർത്തമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എല്ലാവരും കണ്ടത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ, പ്രത്യേകിച്ച് ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെ നിന്നെല്ലാം ആളുകൾ ഈ ഒരു ദിവസം ഇങ്ങോട്ടേക്കായി പൊങ്കാല സമർപ്പിക്കുന്നതിനായി ഒഴുകിയെത്താറുണ്ട്. അത്തരത്തിൽ വിദേശത്ത് നിന്ന് എത്തിയവർക്ക് പോലും മറ്റ് ജില്ലകളിൽ നിന്ന് വന്നവർക്കുമെല്ലാം വളരെ മികച്ച രീതിയിലുള്ള ഒരു ആതിഥ്യം തന്നെയാണ് തിരുവനന്തപുരത്തുകാർ ഒരുക്കിയത്. ഇവിടുത്തെ സന്നദ്ധ സംഘടനകളെല്ലാം കൃത്യസമയത്ത് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകി അവരെ വേണ്ട വിധത്തിൽ ഒരു പ്രശ്നങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അറിയിക്കാതെ തന്നെ അവരെ സ്വീകരിച്ചു, ട്രീറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവിടെ വന്നവർക്കെല്ലാം ഒരു പരാതിയോ പരിഭവമോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും നേരിടാതെ തന്നെ വളരെ മികച്ച രീതിയിൽ ഒരു പൊങ്കാല അനുഭവം തന്നെ ഉണ്ടായി എന്ന് ഉറപ്പിച്ചു പറയാം. ഞങ്ങളും പൊങ്കാലയിട്ടു. പൊങ്കാലക്കെത്തുന്ന ഭക്തർക്ക് സൗകര്യമൊരുക്കി ന്യൂസ് 18 ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ പൊള്ളുന്ന ചൂടിലും ഭക്തിയുടെ നിറവിൽ ഒരു പൊങ്കാല ദിനം കൂടി കടന്നുപോയി. പൊങ്കാല സമർപ്പിച്ച് മടങ്ങാനൊരുങ്ങുകയാണ് അവർ. എല്ലാ വഴികളും ആറ്റുകാലിലേക്കായിരുന്നു. ഒരേ ഒരു ലക്ഷ്യം പൊങ്കാല സമർപ്പണമായിരുന്നു. ഇനി മടക്കയാത്ര, അടുത്ത പൊങ്കാലയ്ക്കായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള കാലം. തിരുവനന്തപുരത്ത് നിന്നും ടീം ന്യൂസ് 18. ഇടവേള. തുടർ തോൽവികളിൽ നിന്ന് കരകയറാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. കരുത്ത് തിരിച്ചുപിടിക്കുമോ കേരളത്തിന്റെ കൊമ്പന്മാർ? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരം
ഇന്ന് വൈകുന്നേരം 6:30 മുതൽ ന്യൂസ് 18 കേരളത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് 3ാം സീറ്റ് ഉണ്ടാകില്ല. കോൺഗ്രസ് ലീഗ് ചർച്ചയിൽ 3ാം സീറ്റിന് ബുദ്ധിമുട്ട് കോൺഗ്രസ് അറിയിച്ചു. പകരം രാജ്യസഭാ സീറ്റ് നൽകണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. ഇക്കാര്യം മറ്റന്നാൾ ചേരുന്ന ലീഗ് യോഗം തീരുമാനിക്കും. ചർച്ച തൃപ്തികരമെന്നും ചർച്ചയുടെ വിശദാംശങ്ങൾ പാണക്കാട് തങ്ങളെ ധരിപ്പിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ചർച്ചയൊക്കെ എപ്പോഴും പോസിറ്റീവ് തന്നെ, കുഴപ്പങ്ങൾ ഒന്നുമില്ല. നല്ല തൃപ്തികരമായ ഒരു ചർച്ച ആയിരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് തങ്ങൾ സ്ഥലത്തില്ല, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം നാളെ എത്തും. മറ്റന്നാളെ 27 കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പാണക്കാട് വിളിച്ചിരിക്കുന്നത്. ഇന്നുണ്ടായ ചർച്ചയുടെ അതിനൊരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നുണ്ടായ ചർച്ചയുടെ മുഴുവൻ ഡീറ്റെയിൽസും 27-ാം തീയതി കാലത്ത് ഞങ്ങൾ വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അവർക്കും കോൺഗ്രസിനും ഇന്നുണ്ടായ ചർച്ചയുടെ ഡീറ്റെയിൽസ് അവരുടെ ലീഡർഷിപ്പൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഉണ്ട്. അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ്, കാര്യങ്ങളൊക്കെ തീർന്നു പോവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതുമുണ്ട്. അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ്. അല്ല, ലീഗിന് 3ാം സീറ്റ് വിഷയത്തിൽ ഉറപ്പ് ലഭിക്കണമെന്നാണല്ലോ ഉയർത്തിയിരുന്ന ആവശ്യം. അത് ആ ഉറപ്പ് ലഭിച്ചോ? ഇനിയിപ്പോൾ 27-ാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അഭ്യൂഹങ്ങൾ വേണ്ട. ഞങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെക്കാം കേട്ടോ. UDF സംതൃപ്തരാണെന്ന് വി ഡി സതീശനും രാജ്യസഭാ സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് കെ സുധാകരനും പ്രതികരിച്ചു. ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും സംതൃപ്തരാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലല്ലേ മാത്രം പറയുന്നത്. ഞാൻ UDF ചെയർമാനായിട്ടല്ലേ പറയുന്നത്. UDF സംതൃപ്തമാണ്. എല്ലാ ചർച്ചയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ധാരണ പൂർത്തിയാവുക. പിന്നെ അല്ല, ഞങ്ങൾക്കും അവർക്കും അവരുടെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അത് 27-ാം തീയതി പറയും. ഒരു ചർച്ചയാണത്, ഒരു ഓഫറാണ്, ഒരു പ്രപ്പോസലാണ്. 3ാം സീറ്റ് രാജ്യസഭ കൊടുക്കണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ടേ? അവരെ പെർമിഷൻ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് പറ്റുവാണെങ്കിൽ അത് പരിശോധിക്കും. നമ്മൾ തേടുന്നുണ്ട്, നോക്കാം. അല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. ഡാനി പോൾ ചേരുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, പ്രതിപക്ഷ നേതാവ് UDF സംതൃപ്തരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്ര സംതൃപ്തിയോടെയാണോ ലീഗ് അവിടെ നിന്ന് പോയത്? എന്താണ് യോഗത്തിലുണ്ടായതെന്നാണ് ലീഗ് പറഞ്ഞത്, കോൺഗ്രസ് പറയുന്നത്? ധന്യ, ലീഗ് തുടക്കം മുതൽ പറഞ്ഞിരുന്നത് അവർക്ക് 3ാം സീറ്റ് വേണം, കാരണം അതിനുള്ളൊരു അർഹത അവർക്കുണ്ട് എന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും അത് ഈ ഉഭയകക്ഷി ചർച്ചയിൽ അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊരു സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി അത് ഇന്ന് നടന്ന ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ ഇവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ നൽകാൻ കഴിയുന്ന ഒരു ഓഫർ എന്ന് പറയാൻ കഴിയുന്നത് അത് രാജ്യസഭാ സീറ്റ്, അത്തരം ഒരു സീറ്റ് ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് നൽകുക എന്നതാണ്. അത് ഒഴിവ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം ഒരു സീറ്റ് നൽകുക എന്നതാണ്. നിലവിൽ ഈ ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചുകൊണ്ട് പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. UDFിൻ്റെ കെട്ടുറപ്പിനെ തന്നെ അത്തരമൊരു ബാർഗൈനിങ് സമ്പ്രദായം അത് ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ മുന്നണിയെ അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് ലീഗ് കൈപിടിച്ച് കൊണ്ടുപോകരുത് എന്ന്
കോൺഗ്രസ് നേതാക്കൾ ഇതിൽ വ്യക്തമാക്കുകയുണ്ടായി. നൽകാൻ കഴിയുന്നൊരു കാര്യം രാജ്യസഭാ സീറ്റ് അത് ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് നൽകുക എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ ലീഗ് നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ ഈ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യങ്ങളിൽ നിന്നുകൊണ്ട് പിന്മാറിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് അത് ഏറ്റുവാങ്ങുക എന്നതാണ്. ഈ ഒരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ലീഗ് അത് ചർച്ച ചെയ്ത് മാത്രമേ അതിലുള്ളവരുടെ ഒരു എന്താണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ ലോക്സഭാ സീറ്റ് എന്ന ഒരു ആവശ്യത്തിൽ വളരെയധികം ദൂരം അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ നടത്തിയ പ്രതികരണം ET മുഹമ്മദ് ബഷീർ വളരെ കടുപ്പിച്ചുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെതുണ്ടായിരുന്നത്. ഈ സീറ്റ് കൂടിയേ തീരൂ, തങ്ങൾക്ക് ഏതായാലും അതിനുള്ള അർഹതയുണ്ട് എന്നതടക്കമുള്ളൊരു വിഷയത്തിലേക്ക് അത്തരം ഒരു സ്വരം കടുപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കം പറയുകയും ചെയ്തു. അങ്ങനെ നേതാക്കൾക്കും അണികൾക്കും ഒരുപോലെ മൂന്നാം സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നൊരു പൊതുവികാരത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യസഭാ സീറ്റ് നൽകുകയുണ്ടെങ്കിൽ അതിൽ സ്വീകരിക്കുക എന്നത് പാണക്കാട് നേതൃത്വവുമായിട്ട് തന്നെയും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 27-ന് നടക്കുന്ന ചർച്ചയിൽ ഇതായിരിക്കും പ്രധാനമായും തന്നെ. കാരണം ഈ ഒരു ഓഫർ നിലനിൽക്കുന്നുള്ളൂ, മൂന്നാം സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് ലീഗ് നേതൃത്വത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് സംബന്ധിച്ച് ഇത് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തുന്നത് ലീഗ് തന്നെയായിരിക്കും. 27-ന് സുപ്രധാനമായൊരു തീരുമാനം ഇത് സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവും പൊതുവിലും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഇങ്ങനെയൊരു ഓഫറിന് AICCയുടെ അടക്കം അംഗീകാരം നേടേണ്ടതുണ്ട്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും പൊതുവായി ഇത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ അതിനു മുൻപായിട്ട് തന്നെ അത്തരം നടപടികൾ ഇവിടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പൂർത്തിയാക്കുകയും ചെയ്യും. ഇതിനുശേഷമാണ് 27-ന് ലീഗ് നേതൃത്വം യോഗം ചേരുന്നത്. അതിൽ തൃപ്തികരമല്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടെങ്കിലും പലതവണ ഈ അതൃപ്തിയൊക്കെ അറിയിച്ചതാണ്. ഇതിനു മുമ്പ് കോൺഗ്രസ് നേതാക്കൾ മൂന്നാം സീറ്റില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ പലതരത്തിലുള്ള പ്രതികരണവും നടത്തിയതുമാണ്. പക്ഷേ ഇപ്പോഴും ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇനിയിപ്പോൾ 27-നും ഇത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ലീഗ് എന്ത് സ്റ്റെപ്പായിരിക്കും? ഇതിൽ നിന്ന് മാറി ഒരു കാര്യമോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളൊരു സാധ്യതയൊന്നും ലീഗിന് മുമ്പിലില്ല. കോൺഗ്രസിന് പിണക്കാനും പറ്റില്ല. നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്ത് മൂവായിരിക്കും ലീഗ് നടത്തുക? ധന്യ, ഈ വിഷയത്തിൽ ലീഗിൻ്റെ ഒരു എത്രമാത്രം അവർക്കൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എത്രമാത്രം അവകാശവാദം ഉന്നയിക്കാനുണ്ട്, ആ ഒരു മെറിറ്റൊന്നും ആരും തന്നെയും കോൺഗ്രസിൽ ആരും തന്നെയും തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്, അതിനു മുൻപ് K മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ ഇവരെല്ലാവരും തന്നെയും പറയുന്നത് ഇത് ലീഗിന് ന്യായമായും ഇതിന് അവകാശമുണ്ട്, അത് ആരും തന്നെ അവരെ തള്ളിക്കളയുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു കാര്യമാണ് ഇന്ന് നടന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. കാരണം നിലവിൽ ഈ മുന്നണിയും പൊതുവെയും തന്നെയും ഒരു പ്രതിസന്ധി നേരിടുന്നൊരു കാലം തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കമുള്ളത്. അപ്പോൾ അവിടെ ഈ ഒരു രീതിയിലേക്ക് ചർച്ചകൾ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എത്രമാത്രം ഗുണം ചെയ്യുമെന്നതിനെക്കുറിച്ച് ലീഗ് കൂടി കുറെ കൂടി ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള ആശയങ്ങൾ സംസ്ഥാന നേതൃത്വം, കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അടക്കം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ സമീപിക്കുവാൻ. മാത്രവുമല്ല, ലീഗിനെ പ്രകോപിപ്പിക്കുക അല്ലെങ്കിൽ ഈ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പല രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഈ യോഗം വിലയിരുത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇതിൽ കൂടുതൽ വോട്ട് കിട്ടും, മാത്രവുമല്ല ഇത്തരം അവഹേളനം സഹിച്ച ലീഗ് ഇനിയും തുടരുമോ എന്നതടക്കമുള്ള പ്രസ്താവനകൾ CPM-ന്റെ ഉന്നത നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ കാര്യം ഇവിടെ വ്യക്തമാണ്. സാമുദായിക ധ്രുവീകരണം ഇല്ലാതെ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന കോൺഗ്രസ് നേതാക്കളുടെ കാര്യം ഒന്ന്. രണ്ട്, ഈ മൂന്നാം സീറ്റ് ലീഗിന് നൽകിയാൽ പുറത്ത് ആഘോഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതിൽ നിർബന്ധം ഉണ്ടാവും കോൺഗ്രസിന്. പക്ഷേ അത്തരത്തിൽ നോക്കിയാൽ സമീപകാലത്ത് എടുത്തിരിക്കുന്ന നിലപാടുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന് ഇത് ഏത് തരത്തിൽ തിരിച്ചടിയാകും? ഈ മൂന്നാം സീറ്റ് എന്നുള്ള വാദം ലീഗ് മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് കോൺഗ്രസ് നിരസിക്കുമ്പോഴും അത് UDF-നെ മൊത്തത്തിൽ ഏത് തരത്തിലായിരിക്കും ഉലയ്ക്കുക? ധന്യ, ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ ഈ ലീഗ് പറയുന്ന കാര്യങ്ങളിൽ ചെറുതായെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകും. അതിനാണ് അവർ രാജ്യസഭാ സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം
മലബാർ മേഖലയിലടക്കം വലിയൊരു ശക്തി എന്ന് പറയുന്നത് UDF-ന്റെ ലീഗ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതൊരു ഒരു ശക്തി ഇടത് മുന്നണികളടക്കം CPM അടക്കം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ചില അടർത്തി മാറ്റലുകൾക്കടക്കം ശ്രമം നടത്തുന്നതെന്ന് യോഗം വിലയിരുത്തുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു ചെറിയൊരു വിട്ടുവീഴ്ചയിലേക്കടക്കം 3ാം സീറ്റ് വിട്ടു നൽകാൻ കഴിയുന്നൊരവസ്ഥയല്ല UDF-നകത്തെ UDF-നകത്തെ നിലവിലെ മുന്നണി സമവാക്യങ്ങളിൽ അത്തരമൊരു വിട്ടുവീഴ്ചയിലേക്ക് ചെന്നെത്താൻ കഴിയുന്നൊരു സാഹചര്യം നിലവിലില്ല. അത് പൂർണ്ണമായും തന്നെ ലീഗിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഇന്നത്തെ പ്രധാന അജണ്ട ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എത്ര ശക്തമായ വോട്ട് ബാങ്കുള്ള ഒരു പാർട്ടിയാണ് ലീഗ് എന്നറിയാം. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ലീഗിന്റെ ഒരു സ്വാധീനം കൃത്യമായിട്ട് അറിയാം. അപ്പം സ്വാഭാവികമായിട്ടും ഒരു പുനഃപരിശോധന എന്നൊന്ന് കോൺഗ്രസിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തന്നെ ഇക്കാര്യത്തിൽ നിലവിൽ ഇനി ഒരു ചർച്ച ഇല്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയുള്ളത്. കാരണം ഇനി ഈ ഒരു വിഷയത്തിൽ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നില്ല, ഒരു ചർച്ചയുടെ ഇടവും അവശേഷിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെയും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ഇനി ചർച്ചയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഞങ്ങൾ സംസാരിച്ച് തീരുമാനിച്ച കാര്യങ്ങളുണ്ട്, അത് പാണക്കാട് ബോധ്യപ്പെടുത്തുക എന്നതാണ്. അത് പിന്നീട് മനസ്സിലായത് ഇക്കാര്യങ്ങളിൽ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം മാത്രമാണ് ഈ ചർച്ചയിൽ 3ാം സീറ്റ് സംബന്ധിച്ച് ചർച്ചയിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് എന്തുത്തരമാണ് പാണക്കാട് നിന്ന് ലഭിക്കുന്നത് അത് തന്നെയായിരിക്കും ലീഗിൻ്റെ ഉത്തരം. അത് തിരിച്ചാവുകയാണെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ രീതിയിലുള്ള ഈ പൊട്ടിത്തെറികൾക്കടക്കം കാരണമായേക്കും. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊന്നുണ്ടായാൽ അത് മുന്നണിയെ ദുർബലപ്പെടുത്തും, അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും എന്ന സന്ദേശമാണ് ഇന്ന് നടത്തിയ ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ മറ്റു മുന്നണികൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നന്ദി ഡാനി വിവരങ്ങൾക്ക്. മന്നത്ത് പത്മനാഭനെ കുറിച്ച് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ NSS ജനറൽ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനെന്ന് G. സുകുമാരൻ നായർ. മന്നത്തിനെ അന്നും ഇന്നും വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരായ പ്രചാരണത്തിന് പിന്നിലെന്നും CPM-ന് നേരെ ഒളിയമ്പ്. ദുഷ്പ്രചാരണങ്ങളാൽ നായരും NSS-ഉം തളരില്ല, ഏതറ്റം വരെ പോകാനും മടിയില്ലെന്നും G. സുകുമാരൻ നായർ. അദ്ദേഹം ചെയ്തത് വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. അത് ആ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ജനാധിപത്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. ഈ അഭിപ്രായം ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇത് ജനങ്ങളുടെ അഭിപ്രായമല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ആ പത്രം ഇതിനുവേണ്ടി തെരഞ്ഞു പിടിച്ച് ഈ ചരമദിനത്തിന് മുമ്പായി തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ മന്നത്ത് പത്മനാഭനെ വർഗീയവാദി എന്ന് ആദ്യം വിശേഷിപ്പിച്ച ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെല്ലാം നിൽക്കുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മറന്നുപോകരുത്. പക്ഷെ ഇതുകൊണ്ടൊന്നും നായരോ NSS-ഓ ഭയപ്പെടാൻ പോകുന്നില്ല. G. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് സുകുമാരൻ നായർ പറയുന്നത്? ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് G. സുകുമാരൻ നായർ CPM-നെതിരെ കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നത്. ഈ സമാധി ദിനമായിരുന്നു, അതിന്റെ വാർഷികമായിരുന്നു ഇന്ന്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് G. സുകുമാരൻ നായർ ഈ പ്രസംഗം നടത്തിയത്. വിമോചന സമരത്തിൽ പങ്കെടുത്തത് ജനാധിപത്യം സംരക്ഷിക്കാനാണ് മന്നം വിമോചന സമരത്തിൽ പങ്കെടുത്തതെന്നാണ് G. സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ദേശാഭിമാനി ലേഖനത്തിൽ മന്നത്തിന്റെ സംഭാവനകളെ വളരെ പുകഴ്ത്തി പറഞ്ഞ ശേഷം ഈ വിമോചന സമരവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് മന്നത്തെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് G. സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടുന്നത്. മന്നത്തിനെ എന്നും വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരായ പ്രചരണത്തിന് പിന്നിലെന്ന് ഒരു CPM-നെ തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഫലത്തിൽ ഒരു കടന്നാക്രമണം നടത്തുകയാണ് G. സുകുമാരൻ നായർ. ഈ ദുഷ്പ്രചരണങ്ങളാണ് ഈ നടത്തുന്നത്, അതിലൊന്നും NSS തളരില്ല. വോട്ട് ബാങ്കിന്റെ പേരിൽ സവർണ അവർണ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വരികയാണ്. അതിന് മുന്നോടിയായി അത്തരത്തിലൊരു നീക്കമാണ് നടത്തുന്നത്
എന്നുകൂടി ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെയാണ് CPM-നെതിരെ ഒരു വിമർശനവുമായി ജി സുകുമാരൻ നായർ രംഗത്ത് വരുന്നത്. ശരി, നന്ദി ശ്രീജിത്ത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾ ആലോചിക്കാൻ കേരള കർണാടക വനം മന്ത്രിമാരുടെ യോഗം അടുത്ത മാസം ആദ്യം ചേരും. കേന്ദ്ര സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും കൂടുതൽ ഫണ്ട് ലഭ്യമാക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാകും. തമിഴ്നാട്ടിലും കർണാടകയിലും കടുത്ത വരൾച്ച തുടങ്ങിയതിനാൽ അടുത്ത ജൂൺ വരെ വന്യജീവികൾ കേരളത്തിലേക്കുള്ള സഞ്ചാരപാതയിലായിരിക്കും. ഈ മാസങ്ങളിൽ പഴുതടച്ചുള്ള സുരക്ഷാ ഒരുക്കങ്ങൾക്ക് കൂടി വേണ്ടിയാണ് യോഗം ചേരുന്നത്. വയനാട്ടിൽ ബേലൂർ മഗ്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ CPM നേതാവിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുൽപ്പള്ളി സുരഭികവല മുൻ ബ്രാഞ്ച് സെക്രട്ടറി ജോബിഷ് ജോർജാണ് സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപരമായ പരാമർശം നടത്തിയത്. സംഭവത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും രംഗത്ത് വന്നു. എന്താണെന്നറിയോ, അവരുടെ കഴിഞ്ഞ ദിവസം കോൾ ചേട്ടൻ മരിച്ചപ്പോ ആ ചേട്ടന്റെ ഈ തോക്കൊണ്ട് ചേട്ടൻ വെടിവെക്കാറുണ്ട്. ആ ഒരു ഫോറസ്റ്റ് ഓഫീസിന്റെ ആത്മരക്ഷയ്ക്ക് ഒരു തോക്ക് മുളവടി പോരാ, ഈ പടക്കം പോരാ, ഒരു തോക്കെങ്കിലും കൊടുക്കണം. ഈ മാസം 21-ാം തീയതിയാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ അടങ്ങുന്ന മന്ത്രിസംഘം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല സ്വദേശി അജീഷിന്റെ വീട്ടിലെത്തിയത്. മന്ത്രിസംഘവുമായി അജീഷിന്റെ മകൾ അല്ല നടത്തിയ സംഭാഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ മാധ്യമം നൽകിയ വാർത്തയ്ക്ക് താഴെയായിരുന്നു ജോബിഷ് ജോർജിന്റെ അപകീർത്തിപരമായ പരാമർശം. വിഷയത്തിൽ IT ആക്ട്, ശിശു സംരക്ഷണ നിയമം എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ TG ജോൺസൺ ആവശ്യപ്പെട്ടു. സംസ്ഥാന മന്ത്രിമാർ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. അപ്പോൾ മക്കളുടെ വിഷമങ്ങളാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ മക്കളെക്കുറിച്ച് മോശമായ രീതിയിലൊരു വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ആ വാർത്ത പ്രചരിപ്പിച്ച വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. സുരഭികവല CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ ജോബിഷ് ജോർജ് നിലവിൽ മുള്ളംകൊല്ലി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ജോബിഷിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ നേതൃത്വം വയനാട് DYSP, വയനാട് SP, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയാക്രമണം. മുള്ളൻകൊല്ലി കാക്കനാട്ട് തോമസിന്റെ പശുക്കിടാവിനെ കടുവ കൊന്നു. പ്രദേശത്ത് 2 ആഴ്ചക്കിടെ 5ാമത്തെ വളർത്തുമൃഗമാണ് കടുവയുടെ ആക്രമണത്തിനിരയാകുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊന്നത്. രാവിലെ പശുവിനെ കറക്കാനായി എത്തിയപ്പോഴാണ് തൊഴുത്തിൽ നിന്നും 200 മീറ്റർ മാറി ഭാഗികമായി ഭക്ഷിച്ച നിലയിൽ പശുക്കിടാവിന്റെ ജഡം വീട്ടുകാർ കണ്ടെത്തിയത്. രാത്രി ഒരു 10 മണി കഴിഞ്ഞ് കാണും ഇതിനെ കാണാതെ കടുവ വന്നത്. രാവിലെ പള്ളിയിൽ പോയ വിശ്വാസികളും കടുവ റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടു. 2 മാസമായി മുള്ളംകൊല്ലി മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. 2 ആഴ്ചക്കിടെ മാത്രം പ്രദേശത്ത് 5ാമത്തെ വളർത്തുമൃഗത്തെയാണ് കടുവ പിടിക്കുന്നത്. താന്നിത്തെരുവിൽ ശോശാമ, വാഴയിൽ ഗ്രേറ്റർ, ആശ്രമക്കൊല്ലി, ഐക്കരക്കുടിയിൽ എൽദോസ് എന്നിവരുടെ പശുക്കളെയും പാലമറ്റം സുനിലിന്റെ ആടിനെയും കഴിഞ്ഞ ദിവസം കടുവ കൊന്നിരുന്നു. വനം വകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടുവ കെണിയിലായിട്ടില്ല. മയക്ക് വെടിവെച്ച് പിടികൂടാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയിരുന്നുവെങ്കിലും അതും ഫലം കണ്ടില്ല. ന്യൂസ് 18 വയനാട്. ഉത്തരേന്ത്യയിൽ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ട്രെയിൻ ഓടിയത് ജമ്മു കാശ്മീരിൽ നിന്ന് പഞ്ചാബ് വരെ. കത്വ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടിയാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ പഞ്ചാബിലെ ഊഞ്ചി വസ്ലിയിൽ വെച്ച് നിർത്തിയത്. അശ്വിനി ചേരുന്നു വിവരങ്ങളുമായി. അശ്വിനി, എങ്ങനെയാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ട്രെയിൻ ഓടിയത്? എങ്ങനെ നിർത്തി? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ കഠ്വ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് തീവണ്ടിയാണ് ലോക്കോ പൈലറ്റ് ഇല്ലാതെ 80 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് പഞ്ചാബിലെ ഊഞ്ചി ബസിൽ വെച്ച് നിർത്തിയത്. ലോക്കോ പൈലറ്റ് ഹാൻഡ് ബ്രേക്ക് ഇടാതെ പുറത്തിറങ്ങിയതിനെ തുടർന്ന് പാലത്തിൽ ഒരു ഇറക്കം പോലെ കിടക്കുകയായിരുന്നു. അത് ചരിവായിരുന്നു. ആ ചരിവിലേക്ക് ട്രെയിൻ നിരങ്ങിയിറങ്ങി. പിന്നെ അത് ആ ഒരു യാത്ര തുടരുകയായിരുന്നു. അത് 80 കിലോമീറ്ററോളം ദൂരം. ഇതിൽ യാത്ര തുടർന്ന് വരവെ ഏകദേശം ഇതിൻ്റെ ഒരു വേഗത
100 കിലോമീറ്റർ വരെ എത്തിയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്തരത്തിൽ അതിവേഗത്തിൽ ആണ് ട്രെയിൻ സഞ്ചരിച്ചത്. ഇതിനെ വേറെ ഒരു തരത്തിൽ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വളരെ അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു ഇതുമൂലം ഉടലെടുത്തത്. കാരണം ലോക്കോ പൈലറ്റ് ഇല്ല, നിയന്ത്രിക്കാൻ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ല. ഡീസൽ എഞ്ചിനായിരുന്നു, ഇലക്ട്രിക് എഞ്ചിൻ ആയിരുന്നില്ല. അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിച്ചിട്ടോ മറ്റോ അത്തരത്തിൽ ട്രെയിൻ നിർത്താമായിരുന്നു. ഇപ്പം ഡീസൽ എഞ്ചിൻ ആയതോടുകൂടി ട്രാക്ക് മാറ്റുന്ന അടക്കമുള്ള മറ്റ് മെക്കാനിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നിർത്തിയത് പഞ്ചാബിലെ ഊഞ്ചി ബസ്സിൽ വെച്ച്. അതുവരെയുള്ള റെയിൽവേ ക്രോസുകളടക്കം എല്ലാം നിർബന്ധിതമായി അടച്ചിട്ട് ഗതാഗതമടക്കം നിയന്ത്രിച്ചാണ് ഇത്തരത്തിലൊരു വൻ ദുരന്തം ഒഴിവാക്കിയത്. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും വിശദീകരണമോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലൊരു ആദ്യത്തെ സംഭവം നമുക്കിത് പറയാൻ ഒക്കത്തില്ല. കാരണം 2016 സമാനമായ ഒരു സംഭവം കൊങ്കൺ റെയിൽവേയിൽ ഉണ്ടായിരുന്നു. അന്ന് ആളുകളുമായി പോയ ട്രെയിനിനാണ് ഇത്തരത്തിൽ ഒരു ലോക്കോ പൈലറ്റ് ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അത് പക്ഷേ ഒരു മെക്കാനിക്കൽ തകരാറ് കാരണമായിരുന്നു ഒരു സംഭവം ഉണ്ടായത്. ഇത് പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിന്റെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് വേണം നമുക്ക് പറയാൻ. ധന്യ. നന്ദി അശ്വിനി. ഓഖയെയും ബേദ്വാരകയെയും ബന്ധിപ്പിക്കുന്ന കേബിൾ പാലം സുദർശൻ സേതു പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ സ്റ്റേറ്റ് പാലമായ ഇതിന് 2.32 കിലോമീറ്റർ നീളമുണ്ട്. ഏകദേശം 980 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലത്തിന് സുദർശൻ സേതു എന്നാണ് പേര് നൽകിയത്. यहाँ आने वाले पर्यटकों को बेट द्वारका तक पहुंचने में अभी तक नावों का इस्तेमाल करना पड़ता था, लेकिन अब इस सेतु की वजह से यात्रा बेहद तेज और सुरक्षित होगी। वहीं बेट द्वारका के लोगों को भी सीधी सड़क कनेक्टिविटी मिलेगी। अत्याधुनिक तकनीक से बना ये ब्रिज 30 मीटर चौड़ा है और 2.25 किलोमीटर से अधिक लंबा। इसके 500 मीटर लंबे मध्य हिस्से को भूमि का आधार न लेते हुए सिर्फ केबल के द्वारा धारण किया गया है। इस प्रकार के कर्व लाइन पाइलॉन के उपयोग से बना भारत का ये सबसे पहला और विश्व का दूसरा ब्रिज है। ब्रिज की संरचना में शामिल है 152 केबल, जिनका कुल वजन 1,500 टन है और केबल की लंबाई है पूरे 1811 किलोमीटर। ब्रिज के दोनों ओर भगवत गीता के श्लोक और भगवान कृष्ण के प्रतीक एवं सौर पैनल। പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വാരകയിലും സ്കൂബ ഡൈവിംഗ് നടത്തി. ദ്വാരക ക്ഷേത്രം സന്ദർശിച്ച ശേഷമായിരുന്നു നാവികസേനാംഗങ്ങൾക്കൊപ്പം സ്കൂബ ഡൈവിംഗ് നടത്തിയത്. ഗോമതിഘട്ടിലെ സുദാമ പാലം കടന്ന് പഞ്ച്കുയി ബീച്ചിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെയാണ് സ്കൂബ ഡൈവിംഗ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത മാസം ഉണ്ടാകുമെന്ന് സൂചന നൽകി മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അടുത്ത 3 മാസത്തേക്ക് മൻ കി ബാത്ത് നിർത്തിവെക്കുമെന്ന് പ്രധാനമന്ത്രി. ഈ മാസത്തിലെ മൻ കി ബാത്ത് പരിപാടിയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 110ാം പതിപ്പാണ് ഇന്ന് സംപ്രേഷണം ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന സൂചനയും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു. ഇത് ജനങ്ങളുടെയും ജനങ്ങൾക്ക് വേണ്ടിയുമുള്ള പരിപാടിയാണ്. അടുത്ത തവണ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ മൻ കി ബാത്തിന്റെ 111ാം എപ്പിസോഡായിരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പങ്കെടുത്തു. ആഗ്രയിലെ പര്യടനത്തിൽ രാഹുലിനൊപ്പം അഖിലേഷ് യാദവ് അണിചേർന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. യുപിയിൽ സീറ്റ് പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും എസ്പിയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇത് പറഞ്ഞു തീർത്ത പശ്ചാത്തലത്തിലാണ് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുത്തത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ കുമാർ സാനി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. മായാ ദർപ്പൺ, ഖയാൽ ഗാഥ, തരംഗ്, കസ്ബ തുടങ്ങിയ ശ്രദ്ധേയ ചിത്രങ്ങൾ ഉണ്ട്. അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലും കുമാർ സാനി വ്യക്തിമുദ്ര പതിപ്പിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ 9ാം ക്ലാസ്സുകാരിയെ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടി ഹാജരാവുകയായിരുന്നു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ തൃശൂർ സ്വദേശികളായ അതുൽ, അഖിൽ എന്നിവരും ഇവരെ സഹായിച്ച ജയരാജ് എന്നയാളും പോലീസിന്റെ പിടിയിലായി. പെൺകുട്ടിയെ സ്റ്റേഷൻ പരിസരത്ത് എത്തിച്ച ശേഷം 2 യുവാക്കളും ഇവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തിരുവല്ലയിൽ സ്കൂളിലേക്ക് പോയ 9ാം ക്ലാസ്സുകാരിയെ കാണാതാകുന്നത്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 യുവാക്കളാണ് പെൺകുട്ടിയെ കൊണ്ടുപോയതെന്ന് വ്യക്തമായി.
പക്ഷേ ഇവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് തന്നെ പുറത്തുവിട്ടതോടെയാണ് ഇന്ന് പുലർച്ചെ പെൺകുട്ടിയെ തിരുവല്ലയിൽ എത്തിച്ച ശേഷം പ്രതികൾ മുങ്ങിയത്. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് തൃശൂർ സ്വദേശിയായ അതുൽ പിടിയിലാകുന്നത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന അജിലിനെ തൃശൂർ അന്തിക്കാട് നിന്നും പിന്നീട് പോലീസ് കസ്റ്റഡിയെടുത്തു. ഇരുവർക്കും സഹായം നൽകിയ തൃശൂർ സ്വദേശിയായ ജയരാജൻ പിടിയിലായിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. നിലവിൽ തട്ടിക്കൊണ്ടുപോകലിന് മാത്രമാണ് 3 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കിയിൽ വളർത്തുനായയെ പാറയിൽ അടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി ജില്ലാ അനിമൽ റെസ്ക്യൂ ടീം. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്താത്ത പോലീസിനെതിരെയും നിയമ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം സന്യാസിയോട സ്വദേശിയായ രാജേഷ് ബന്ധുവീട്ടിലെ വളർത്തുനായയെ കൊലപ്പെടുത്തിയത്. സ്വത്ത് സംബന്ധമായ തർക്കത്തിനൊടുവിലാണ് രാജേഷ് സഹോദരിയുടെ വീട്ടിലെ നായയെ പാറയിലടിച്ച് കൊലപ്പെടുത്തിയത്. നായ കുരച്ചതായിരുന്നു പ്രകോപനം. വളർത്തുമൃഗത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും വയോധികയായ സ്ത്രീയെ ഉൾപ്പെടെ മർദ്ദിച്ചിട്ടും പ്രതിക്കെതിരെ പോലീസ് മതിയായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തില്ലെന്നാണ് അനിമൽ റെസ്ക്യൂ ടീമിന്റെ ആരോപണം. വളരെ മൃഗീയമായി കൊന്ന ആ വ്യക്തിക്കെതിരെ ആ വ്യക്തി നിയമം അനുശാസിക്കുന്ന ഏറ്റവും ആനിമൽ ക്രൂവൽറ്റി ആക്ട് പ്രകാരം ഉണ്ടാകുന്ന കേസുകൾ ആ വ്യക്തിക്ക് എതിരെ ചുമത്തുകയും ആ വ്യക്തിയെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. മൃഗങ്ങൾക്ക് നേരെയുള്ള ക്രൂരത നിരോധന നിയമപ്രകാരം അനിമൽ വെൽഫെയർ ബോർഡിലും പോലീസിലും പരാതി നൽകും. പ്രതിക്ക് അനുകൂലമായ നിലപാടെടുത്ത പോലീസിനെതിരെയും പരാതി നൽകും. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ആനിമൽ റെസ്ക്യൂ ടീമിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന മാർപ്പാപ്പയുടെ ഉത്തരവിൽ നിന്ന് ആർക്കും പിന്നോട്ടു പോകാനാകില്ലെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ ഇടയലേഖനത്തിലാണ് മാർ റാഫേൽ തട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. സഭയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കണമെങ്കിൽ മാർപ്പാപ്പയുടെ വിധേയത്വം പുലർത്തണം. സഭയിൽ ഐക്യത്തിനു വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ഇടയലേഖനം മാർച്ച് 10 എല്ലാ പള്ളികളിലും വായിക്കണമെന്നാണ് നിർദ്ദേശം. നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധികൾ മറികടക്കാൻ റൈസ് മിൽ നിർമ്മാണവുമായി സഹകരണ മേഖല. കാപ്കോസിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ആധുനിക റൈസ് മില്ലിന്റെ ശിലാസ്ഥാപനം കിടങ്ങൂരിൽ നടന്നു. സഹകരണ മന്ത്രി BN വാസവൻ മില്ലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. കിടങ്ങൂരിലെ കൂടല്ലൂരിൽ 10 ഏക്കറിലാണ് ഗോഡൌണും ആധുനിക മില്ലും സ്ഥാപിക്കുന്നത്. കേരള പാഡി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 80 കോടി രൂപ ചെലവിട്ട് ജർമ്മൻ സാങ്കേതിക വിദ്യയിലാണ് പുതിയ മില്ല്. നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുകളുടെ ചൂഷണം തടയുകയാണ് ലക്ഷ്യം. നമ്മൾ ലക്ഷ്യമിടുന്ന 80 കോടി രൂപയാണ് ഇതിനാത്യന്തികമായി ചെലവ് വരുന്നത്. ഏതാണ്ട് 50,000 ടൺ നെല്ല് നമുക്ക് ഈ രംഗത്ത് പ്രോസസ്സ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും മോഡേണൈസ് ചെയ്ത മില്ലുള്ളത് ജർമ്മൻ സാങ്കേതിക വിദ്യയാണ്. ആ ജർമ്മൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി അത് നമ്മളിവിടെ ഏറ്റവും മോഡേണൈസ് ചെയ്ത മില്ല് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങുകയാണ് ലക്ഷ്യം. സഹകരണ കൺസോർഷ്യം, നബാർഡ്, കേരള ബാങ്ക് എന്നിവ വഴി ഇതിനാവശ്യമായ തുക കണ്ടെത്തും. 50,000 മെട്രിക് ടൺ നെല്ല് സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് മിൽ. മിൽ യാഥാർത്ഥ്യമാകുന്നതോടെ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകരുടെ പ്രതിസന്ധി തീരുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കോട്ടയം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5,740 രൂപ, പവന് 45,920 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4,750 രൂപ, പവന് 38,000 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോ 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് ട്രെൻഡ്സ് പൂർണ്ണമാവുന്നു. നമസ്കാരം. Wow.